ശിവാംഗി പറഞ്ഞ ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ചേരേണ്ടതുണ്ട്. അതാണ് ശരിക്കുള്ള. ബിന്നി മാമിനെ വിളിക്കാം. മാം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി. അപ്പൊ ഇനിയാണ് ശിവാംഗി സത്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് ആ പാട്ട് പാടാൻ കൊണ്ടുപോയതില്ലേ, അതെങ്ങനെയാ കൊണ്ടുപോയത്? ഏത് പാട്ട്? ഓമനെ കുഞ്ഞെ നിന്നെ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയതോ? കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഫിലിം പാടാൻ പോവാന്ന്. ഇവിടെ എങ്ങനെ ഞങ്ങളെ കോരി എടുത്തു? ഇവിടെ മാത്രം കൊണ്ടുപോയി പോരെ, ഇവളുടെ തമ്പിയും കൊണ്ടുപോകണല്ലോ, അനിയനെ. അനിയന് 2 വയസ്സ്, ഇവക്ക് 4 വയസ്സ്. എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഇതിങ്ങനെ ആ പാട്ടുണ്ടല്ലോ, പഞ്ചാര പാടി പഞ്ചാര ഉമ്മ തരാം വാ വാ, സുജാ ചേച്ചി. അപ്പൊ ശിവാംഗിയാണ് അത് ഇങ്ങനെ പഞ്ചാര ഉമ്മ തരാം അങ്ങനെ പാടിയത്. പാടിക്കേ, അതേപോലെ പാടാൻ പറ്റുമോ? അതേപോലെ വരില്ല. അതൊക്കെ നമ്മളെ ഈ മോണാക്ടിന്റെ ഒക്കെ ആളാണ്. പഞ്ചാര ഉമ്മ തരാം വാ വാ. ഡബ്ബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിരി എന്ത് ചെയ്ത, അപ്പൊ ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ കിക്കിളി കൂട്ടിയപ്പോ അവള് കിക്കിളി കൂട്ടുമ്പോ നമുക്ക് സാധാരണ ചിരി വരില്ല, അങ്ങനെ ചിരിച്ചതാ പാർട്ടി. അല്ല, ഇപ്പഴും കിക്കിളി കൂട്ടിയാ ചിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചിരിക്കില്ല. ഇപ്പൊ ഞാൻ കിക്കിളി കൂട്ടാൻ വരുവാണെന്ന് അവള് കാണുകയല്ലേ, അങ്ങനെയൊന്നും ചിരിക്കില്ല. അപ്പൊ അങ്ങനെ ചിരിച്ചിട്ടും കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പസങ്ങൾ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ, അതില് ഗുരുജി പസങ്ക എന്നുള്ള 25 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ്. പക്ഷെ എന്നാലും തമിഴിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോഴും കിട്ടില്ല. അതൊരു ഇവളാണ് എന്നെ തിരുത്തി തരണത്. ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഞാൻ പറയണത് നമ്മൾ മലയാളീകരിച്ച് ചിലപ്പോൾ തമിഴ് പറഞ്ഞ ഇവിടെ തെറിയായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവള് പറയും ഇവക്ക് തെറി അറിയാട്ടോ. അപ്പൊ ശരിക്കും തമിഴിലെ മലയാളത്തിൽ അറിയാം, മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി പറയണ്ട, ഇത് മാത്രം അറിയാം, അറിഞ്ഞാ മതി. വഴക്കുറയും ചെറിയ വയസ്സിലെ. തെറിയല്ല, ഇതുപോലെ ഭയങ്കര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഈ കൊച്ച അങ്ങോട്ട് ഓടുമല്ലേ, അപ്പൊ ചിലപ്പോ വിളിക്കും അത്ര. അപ്പൊ എന്റെ ചേച്ചിമാര് എന്നെ വഴക്ക് പറയും. ഇപ്പൊ എന്റെ ചേച്ചിമാര് ഇത് ഞങ്ങളുടെ ഇവിടെ വരണേ, ഇവിടെ തമിഴ്നാട്ടില് ഇളനീ ഒരു വലിയ ഒരു ഇതെന്താന്ന് വെച്ചാൽ എല്ലാ കാര്യവും വീട്ടിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും സ്വർഗമേ என்றாலோ അത നമ്മോരു പോലെ വരുമാ എന്നാ. ബിക്കോസ് ഇവിടെ മൊബൈൽ ടൈലർ വരെ ഉണ്ട്. രാവിലെ 6 തൊട്ട് പൂ വേണോ, കായ് വേണോ, ഇളനീര് വേണോ, ഇങ്ങനെ വീട്ടിൽ കൊണ്ട് തന്നെ ആരുണ്ട്. ചെന്നൈയിൽ സിനിമയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിൽ കൂടി അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നവരാണ് ചെന്നൈയിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ചിലപ്പോൾ ഫെയിലൂർ ആയി. പൂ വിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കൾ ഇവിടെ എഞ്ചിനീയർമാരാണ് മക്കള്. ഇപ്പൊ ഞാൻ ഈ പൂ മേടിച്ച അവര് പൂ വിൽക്കുന്ന അമ്പലത്തിന്റെ എവിടെയാ കാറും, അവർക്ക് 2 മക്കൾക്കും കാറും 2 മക്കളും എഞ്ചിനീയറൊക്കെയാണ്. ഇവിടെ അങ്ങനെ പാവപ്പെട്ട ഒരു അതില്ല, എല്ലാവരും പൈസ ഉണ്ടാക്കി. ഇവിടെ എല്ലാ വീട്ടിലും സെർവൻസ് ഉണ്ട്, കുക്സ് ഉണ്ട്, എല്ലാം ടച്ച്വുഡ് കേട്ടോ. ഒരു ഭയങ്കര എനർജി ഉള്ള ഒരു നഗരം തന്നെയാണ് ചെന്നൈ. അതെ അതെ, മുക്കിന് കോവിലും ഇതൊക്കെ ഉണ്ട്. പിന്നെ കലാകേന്ദ്രവും അല്ലേ, കല കൂടുതലും ആണല്ലോ. അതും എല്ലാ ക്ലാസിക് കലകൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് ലോകത്തിൽ കൊടുക്കുന്ന ഒരു നാടാണ് ചെന്നൈ. എന്നാ കുടിച്ചോളൂ. മറ്റേ കാര്യം പറയാം. പസംഗ സിനിമയിൽ ഇതേപോലെ തന്നെ കൃഷ്ണൻ അവളുടെ അച്ഛൻ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അകത്ത് നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ട് കൃഷ്ണൻ തന്നെ പാടിക്കൊടുക്കും. പാട്ട് പാടിക്കരി. അൻപാലെ അഴകാകും വീട് ആനന്ദമതർക്കുള്ളെ തേട് സ്വന്തങ്ങൾ കൈ സേരുമ്പോത് വേറൊന്നും അതർക്കില്ലേ ഈട്. ഇതിങ്ങനെ അപ്പ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം പാടി ജെയിംസ് വസന്തൻ. ഇതിൽ ഏറ്റവും വലിയൊരു വിശേഷം എന്നാന്ന് പറഞ്ഞാൽ ഗുരുജി ബാലമുരളീകൃഷ്ണൻ ഞങ്ങളുടെ ഗുരുജിയാണ് അതിന്റെ ബാക്കി പാട്ട് പാടിയിരിക്കുന്നത്. സോ അവൾ അതുകൊണ്ട് ഇപ്പം പാട്ടെന്ന് പറയുമ്പോൾ ശിവാംഗി,
ഡോക്ടർ എം ബാലമുരളീകൃഷ്ണൻ ഇങ്ങനെ വന്നല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ ഗുരുജിയുടെ കൂടെ ഞാൻ ആദ്യത്തെ പാട്ട് പാടിയല്ലോ എന്നും പറഞ്ഞു. വലിയ സന്തോഷമായി. ശരിക്കും പാട്ട് അമ്മയുടെ കൂടെ പഠിക്കാത്തതിന്റെ കാരണം എന്താ? വലിയ കാരണമല്ല, ഞാൻ ഒരു മികപ്പെരിയ മടിച്ച് ഇൻ ദ വേൾഡ്, അതുകൊണ്ടാ. അല്ല പക്ഷേ മികപ്പെരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അറിയാം. അല്ല, അമ്മാണ് നമ്മുടെ നാട്ടുകാർക്ക് തമിഴ് അറിയില്ലെന്ന് അവർക്കറിയാം. നാട്ടുകാർക്ക് തമിഴ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പറയണതിന്റെ കൂടെ നടുക്ക് ഇങ്ങനെ ശരി എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരു അടി ആവണ്ട. അല്ല ശരിക്കും പാട്ട് പഠിക്കാത്തതിന്റെ കാരണം അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്നാ അച്ഛൻ്റെ അടുത്ത് പഠിച്ചൂടെ? അമ്മയുടെ അടുത്തേ പഠിച്ചില്ല, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വ്യത്യാസം അത് അങ്ങനെ ഒരു റീസൺ അല്ല. അപ്പയുടെ അടുത്ത് പഠിക്കുന്നതിന് അമ്മയുടെ അടുത്ത് പഠിച്ച ഒരു ജാലി, അത്രേ ഉള്ളൂ. അല്ല എന്തോ ഒരു വ്യത്യാസമുണ്ട്. എലി പ്രാർത്ഥിക്കണേ അറിയാവോ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ? ഞാൻ തന്നെ അപ്പയുടെ അടുത്ത് പോവാതെ അല്ല, ഇത് ക്ലാസ്സിലെല്ലാം നടക്കൂട്ടെ. ഇങ്ങനെ കാണിക്കും. പിള്ളേരെ എല്ലാം പഠിക്കാനായിട്ട് കൊച്ചു പിള്ളേർ പണ്ട്, ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, പണ്ട് കൊച്ചു പീർക്കാണ്ടി പിള്ളേർ വരും പഠിക്കാനായിട്ട്, വാണ്ടുകള്. അവരെ ഇതൊക്കെ കാണിച്ച് അവര് ചിരിയോ ചിരി, അവർക്ക് പാട്ട് വേണ്ട, അവസാനം പാട്ട് അതിന്റെ സൈഡിൽ കൂടെ കയറ്റി കൊടുക്കും. അപ്പം പിള്ളേര് പഠിക്കും. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ആരും ഞങ്ങൾ തോറ്റുപോയ ഒരേ ആളാണ് ഇദ്ദേഹം. ഇവളുടെ പാട്ടിയുണ്ട്, അതായത് അപ്പാടെ അമ്മ പാട്ടി എടുത്ത് പോയി പഠിച്ചു. രണ്ടുപേരും, ഇവളുടെ അനിയനും പാട്ടി എടുത്ത് പാട്ടിയുടെ പിള്ളേരുടെ അടുത്ത് ഇവരായിരുന്നു ഫസ്റ്റ്. കറക്റ്റ്. ഇന്നൊന്ന് നമ്മൾ അന്ന് അപ്പൊ പാട്ടിയുടെ കൂടെ മെജോറിറ്റി ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. ഇവര് വർക്ക് എവിടെയെങ്കിലും ടൂറിന് പോകുമ്പില്ലെങ്കിൽ പാട്ടി ഞങ്ങൾ കച്ചേരിക്കാ പോണത്. ടൂർ പോണതും കച്ചേരിക്ക് പോണത് വ്യത്യാസമുണ്ട്. അങ്ങനെ പറയണം. അപ്പൊ പാട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലെ താമസമുണ്ട്. പിള്ളേരെ ഇട്ടിട്ട് ഞങ്ങൾ ടൂർ പോയി എന്ന് പറയും. പറയല്ല, എന്ത് വേണോ പറഞ്ഞിട്ടാ. അപ്പൊ വന്ന് ഓപ്പോസിറ്റിലെ വീട്ടിലെ പാട്ടി താമസിച്ചേ. അപ്പൊ നമ്മൾ വന്ന് ഇവിടെ ഉറങ്ങാൻ മാത്രമേ വരുള്ളൂ. അപ്പൊ ഞങ്ങള് ഫുൾ ടൈം അവിടെ ഉണ്ടാവുള്ളൂ. സോ അവിടെ വന്ന് പാട്ടി വന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലളിതാ സഹസ്രനാമം എല്ലാമേ പഠിപ്പിച്ചു തരും. രാഗത്തില് ലളിതാ സഹസ്രനാമം കേട്ടോ ഫുള്ള് പഠിച്ചായിരുന്നു. ഇപ്പൊ ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇല്ല, ഫുൾ പഠിച്ചില്ല. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനേനാം മാണിക്യമൗളി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീണ വക്ഷോരുഹാം പാണിഭ്യാം മലിപൂർണരത്ന ചഷകം രക്തോത്പലം വിഭ്രഹീം സൗമ്യാം രത്ന കടശ്ച രക്തചരണം ധ്യായേത് പരമംബികാം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്വാന സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാണ്ഡ്യ, ഇങ്ങനെ കുറെ.